ഹലോ ഗൈസ്, പത്തനംതിട്ട പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ജയൻ എന്നിട്ട് നയനേനെ ആശ്വസിപ്പിക്കുവാണ് കേട്ടോ. മോൾ എന്നാലും വിഷമിക്കുകയൊന്നും വേണ്ട, ആദർശ് ഇപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്. ആ സ്നേഹം വീട്ടിലുള്ള എനിക്കും ജയനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അതുമാത്രമല്ല, അനന്തപുരിയുടെ താക്കോൽ ഏൽപ്പിക്കാൻ പറ്റിയ മരുമോളെ നീയെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അതാ വീട്ടിലെ സ്ത്രീകളും കൂടെ അംഗീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളുടെ ജീവിതത്തിലെ എല്ലാ വിഷമവും മാറും. എന്തായാലും മോളിപ്പോൾ വീട്ടിൽ പോകും. അത് കഴിയുമ്പോഴത്തേക്കും അവിടെ വലിയ പണിയൊന്നും എടുക്കണ്ട. ആദർശ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടമൊക്കെ വഹിച്ച് നിന്നാൽ മതി എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. നയന യാത്രയൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു കടയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചിറങ്ങുമ്പോൾ ആ കടയിലോട്ട് അനാമിക വരുവാണ് കേട്ടോ. അനാമിക നന്ദുവിനെ കാണുമ്പോഴേ അന്തം വിട്ട് ഓടി അടുത്ത് ഒന്ന് തുറിച്ചിങ്ങനെ നോക്കുവാണ്. തുറിച്ചിങ്ങനെ നോക്കുന്ന കാണുമ്പോഴേ തന്നെ നന്ദുവിന് കാര്യം മനസ്സിലാവുകയാണ്. നന്ദു ചോദിക്കുക, നീ എന്താ എന്നെ കണ്ടിട്ടില്ലേ? നീ നോക്കുന്നതിന് കാര്യമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ പറഞ്ഞു വിട്ടിട്ടായിരിക്കുമല്ലേ കുറച്ച് ഗുണ്ടകൾ വന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമിക ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും നന്ദു പറയാണ്, അതെനിക്ക് മനസ്സിലായി. നീ ഞാനും വഴക്കുണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞിട്ടാണല്ലോ കുറച്ച് ഗുണ്ടകളും ഞാനും തമ്മിൽ അടിയുണ്ടാക്കിയത്. എങ്കിലേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് മരുന്നിന് കാശോ മരുന്നോ മേടിച്ച് കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഏർപ്പാടുണ്ടാക്കിക്കോളാം നിൻ്റെ അച്ഛനോട് പറ. 4-5 പേര് വന്നാലും നിഷ്പ്രയാസം അടിച്ചിടാനുള്ള തണ്ടയുടെ കഴിവും എനിക്കുണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയി. പിന്നെ നിന്നോടൊരു കാര്യം പറയാം, നിൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനതിൽ നിന്ന് ഓൾറെഡി മാറിപ്പോയ ആളാണ്. ഇനി എൻ്റെ മെക്കെട്ട് കയറാൻ വേണ്ടി വെറുതെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിനക്ക് ഏറെക്കുറെ എൻ്റെ ശക്തി മനസ്സിലായല്ലോ. അടിച്ച് ഞാനൊരു മൂലയ്ക്ക് ഇരുത്തും. വെറുതെ അനിയോട് ഇതിൻ്റെ പേര് പ്രശ്നം ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് പോയി ജീവിക്കാൻ നോക്ക് എന്ന് പറയുവാണ്. ഇതെല്ലാം കേട്ട് ദേഷ്യത്തിൽ അനാമിക വീട്ടിലോട്ട് വന്നിട്ട് വേണുവിനോട് ദേഷ്യപ്പെടുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് രേവതി ഓടി വരുവാണ്. എന്താ മോളെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുവാണ്, ഈ അച്ഛൻ പെരും കള്ളനാ. എന്തൊക്കെ എന്നോട് പറഞ്ഞ് അവളുടെ കാലൊടിച്ചിട്ടേക്കുക, കൈ ഒടിച്ചിട്ടേക്കുക എന്നൊക്കെ. എന്നിട്ടോ അവളിതേ പയറ് പോലെ അതിലെ കൂടെ എഴുന്നേറ്റ് നടപ്പുണ്ട്. അവൾക്കൊരു കുഴപ്പമില്ല. അതുമാത്രമല്ല, എന്നോട് മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്നില്ലെങ്കിൽ അടിച്ച് കോണ്ടിരുത്തുമെന്നും അവൾ പറഞ്ഞു എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും വേണുവിന് മനസ്സിലാവുകയാണ് കള്ളത്തരമൊക്കെ പൊളിഞ്ഞു എന്ന്. വേണു വന്നിട്ട് അനാമികയോട് പറയാണ്, ഞാൻ അടിക്കാൻ വേണ്ടി ഗുണ്ടകളെ വിട്ടു എന്നുള്ളതൊക്കെ സത്യമാണ് മോളെ. പക്ഷേ അവൾക്ക് ഇരുമ്പിൻ്റെ കരുത്താ. അച്ഛനോട് ഇതല്ലേ ഞാൻ പറഞ്ഞു വിട്ടത്. അപ്പോൾ അവളെ അടിക്കാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കുമ്പോൾ അത് നോക്കിയും കണ്ടും വേണ്ടേ ചെയ്യാൻ എന്ന് ചോദിക്കുവാണ്. വേണു പറയാം, അത്ര മോശക്കാരെയൊന്നും അല്ല ഏർപ്പാടാക്കിയത്. പക്ഷേ അവൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇനി അവളെ തല്ലിയതിൻ്റെ പേരിൽ അവൾ ഇവിടെ കയറി വരുമോ എന്ന് ചോദിക്കുമ്പോൾ വേണു പറയാണ്, വന്ന അടി നിന്ന് കൊള്ളേണ്ട വരും. മോളെന്തായാലും സൂക്ഷിച്ചു. അവൾ ചുമ്മാ അവളുടെ മുമ്പിൽ പോയി ചാടാനും അവളുമായിട്ട് ഉരസാനും നിൽക്കണ്ട. മറ്റുള്ളവരെ പോലെയല്ല, അവൾ പ്രശ്നക്കാരിയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും അനാമിക പറയാണ്, ഇങ്ങനെ ഒന്നിനും കഴിവില്ലാത്തൊരച്ഛൻ കുറേ കടവും ബാധ്യതകളും ഉണ്ടാക്കി എൻ്റെ തലയിലോട്ട് വെച്ച് വന്നു. അവസാനം ഞാൻ തന്നെ ഒരുത്തവനെ കണ്ട് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുമ്പോൾ ഒന്ന് സഹായിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ വേണുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന നയനേനാണ്. നയന അനിയെ കുരുത്തോലപ്പന്തൽ കെട്ടാൻ വേണ്ടി സഹായിക്കുകയാണ്. ആ സമയത്ത് അനി പറയുന്നുണ്ട്, പണ്ടൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പം എല്ലാ ചടങ്ങുകളും അമ്പലത്തിൽ വെച്ചായിരുന്നു നടത്തുന്നത്. ഈ തവണ എന്തോ മുത്തശ്ശൻ ഇവിടെ വെച്ച് നടത്തണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് നയന നവ്യയെ നോക്കുമ്പം നവ്യ ആകെ വിഷമിച്ചിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അത് കഴിയുമ്പോൾ അനി പറയുന്നുണ്ട്, എന്തൊക്കെയായാലും എനിക്ക് ഏട്ടത്തിയോട് ഒരു കാര്യത്തിൽ ദേഷ്യമുണ്ട്. ഏട്ടൻ എന്തായാലും വിവാഹത്തിൻ്റെ തലേന്നാണ് ഞാൻ നന്ദുവിനെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞ്, എന്നിട്ട് പോലും സമ്മതിച്ചു. പക്ഷേ ഏടത്തിക്ക് നേരത്തെ അറിയാമായിരുന്നു എൻ്റെ ജീവിതത്തിലോട്ട് അനാമികയെ പോലൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഏടത്തി കൂട്ടു നിൽക്കരുതായിരുന്നു. എൻ്റെ ജീവിതം നശിച്ചു പോയി എന്ന് തന്നെ പറയാം എന്ന് പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് ഒരുപാട് വിഷമാവുകയാണ് കേട്ടോ. എന്നിട്ട് നയന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല, നീ എല്ലാം മാറും. അനാമിക നല്ല കൊച്ചാണ്, അവൾക്ക് കുറച്ചുകൂടി സമയം കൊടുത്താൽ മതി, നിൻ്റെ ജീവിതത്തിൽ കുഴപ്പമൊന്നും വരുകയില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. എങ്കിലും അനി പറയുന്നുണ്ട്, എല്ലായിടത്തേക്കും അറിയാലോ, എന്തായാലും ഈ പരിപാടികളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നയന പയ്യെ നവ്യയെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുക കേട്ടോ. അനി ബാക്കി കുരുത്തോലപ്പന്തൽ കെട്ടുന്ന തിരക്കിലുമാണ്. അത് കഴിയുമ്പം നയന നവ്യയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയ ചേച്ചിക്ക്, എന്തിനാണ് വിഷമിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം നവ്യ പറയാണ്, അഭി എന്നെ സ്നേഹിക്കുന്നു എന്ന് ഓർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം അഭിനയമാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പം നവ്യയോട് നയന പറയുന്നുണ്ട്, നല്ല തണ്ടയുടെ ഉള്ള കൂട്ടത്തിലായിരുന്നല്ലോ എൻ്റെ ചേച്ചി, ഇങ്ങനെ മാറിയേക്കാലോ, വിഷമിക്കരുത്, എല്ലാം മാറും. ക്ഷേത്രത്തിൽ പോകാൻ എല്ലാവരും നോയമ്പൊക്കെ എടുത്തിരിക്കുമല്ലേ, നമുക്ക് നല്ല കഠിന വ്രതം എടുക്കാം, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവങ്ങൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല എന്നൊക്കെ പറയുവാണ്.
ഇത് കേൾക്കുമ്പോൾ നവ്യ പറയണം, വീട്ടിലെ അമ്മയും നന്ദുവും ഒക്കെ ഇനി അറിയുമ്പം അവരുടെ വിഷമങ്ങളോട് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ച് അവിടെ നിന്ന് കയറി പോവാട്ടോ. നവ്യയുടെ കാര്യം ഓർത്ത് നയനെ ആകെ സങ്കടപ്പെട്ട് തന്നെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ജലജയും ജാനകിയും കൂടെ ഹോസ്പിറ്റലിൽ ദേവയാനീനെ കാണാൻ വേണ്ടി ചെല്ലുന്നതാണ് കേട്ടോ. കാണാൻ വേണ്ടി ചെല്ലുമ്പോഴേ ജലജ പറയും, ഞങ്ങൾ വരാൻ വേണ്ടി ഇരുന്നാ ഏടത്തി, പക്ഷേ എന്ത് പറയാനാ, ഇവിടെ ഒരുത്തോളം ഉണ്ടല്ലോ നയനാന്ന് പറയുന്നത്, കുറ്റിയടിച്ച പോലെ നിൽക്കുമല്ലേ, അതുകൊണ്ട് വരാഞ്ഞതാ, ഇനി അവളുമായിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്ത്. അപ്പോൾ ദേവയാനി പറയാണ്, ഞാനും ഓർത്തായിരുന്നു നിങ്ങൾ എന്താ വരാത്തതെന്ന്. അത് കഴിയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ഏടത്തിക്ക് ഇപ്പോൾ എല്ലാ ഏറെക്കുറെ കാര്യങ്ങളും മനസ്സിലായി കാണുമല്ലോ, ഏടത്തിയുടെ മരുമോള് തന്നെയാണ് ചെയ്തത്. പക്ഷെ അത് ഏടത്തിയെ ഇങ്ങനെ കിടപ്പിലാക്കാനാണോ എന്നറിയില്ല. ഒന്നെങ്കിൽ ജയേട്ടൻ ഏടത്തിയോട് ക്ഷീണം മാറാൻ പാല് കുടിക്കാൻ പറഞ്ഞത് കേട്ടിട്ട്, അതല്ലെങ്കിൽ അവൾ അവളുടെ സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇതിനെന്തോ ഒന്നിനു വേണ്ടിയിട്ട് അവൾ ചെയ്തത്, അത്രയ്ക്ക് വിഷവിത്ത അവൾ എന്നൊക്കെ പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ ജലജ അത് ഏറ്റുപിടിച്ച് പറയുകയാണ്, അത് നേരാ, അവളുടെ ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാനായിരിക്കും, പക്ഷേ അതൊന്നും വീട്ടിലുള്ള ആരുടെയും തലയിലോട്ട് കയറുന്നില്ല. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ആർക്കൊക്കെ കയറിയാലും കയറിയില്ലെങ്കിലും എനിക്ക് അവളുടെ സ്വഭാവം നല്ലപോലെ മനസ്സിലായി, ഞാനൊന്ന് തിരിച്ചു വന്നോട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ മകൻ മാത്രം ഇപ്പോൾ അവളെ ശരിക്കുള്ള അവളുടെ രൂപം മനസ്സിലാക്കാത്തത്, ഭർത്താവും എനിക്കെല്ലാം ശരിക്കും മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് ജാനകി പറയുകയാണ്, അനാമിക മൂക്ക് ഭയങ്കര വിഷമായി, ഇടത്തേക്ക് ബ്ലഡ് തരണമെന്ന് പറഞ്ഞ ഒരേ നിപ്പായിരുന്നു മോള് എന്ന് പറയുകയാണ്. ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, അത് പറഞ്ഞപ്പോഴാണ് ഏടത്തിയുടെ മരുമോക്കും ഇതേ ബ്ലഡ് ഗ്രൂപ്പാണ്, എന്നിട്ട് അവൾ വേണോ എന്നെങ്കിലും ഒന്ന് ചോദിച്ചോ നോക്കിക്കേ, ഇപ്പം തന്നെ മനസ്സിലായില്ലേ അവളുടെ മനസ്സിലിരിപ്പും സ്വഭാവവും ഒക്കെ, അപ്പോൾ മനഃപൂർവ്വം തന്നെ ചെയ്തതായിരിക്കും എന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവേനി വരുന്നുണ്ട്, എനിക്കല്ലേലേ അവളെപ്പറ്റി അറിയാം, ഇനി നിങ്ങളാരും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് കിടക്കുവാണ് കേട്ടോ. അനാമി അന്ന് ബ്ലഡ് തരാമെന്ന് പറഞ്ഞ കാര്യവും ഇപ്പം ജലജ നയന ബ്ലഡ് കൊടുക്കാതിരുന്നു എന്ന് കുറ്റം പറഞ്ഞുമൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കിടക്കുന്ന ദേവയാനിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്